ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം. 1 കപ്പ് ശർക്കര ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം. ശർക്കര അളന്നെടുത്ത ആ സെയിം കപ്പിന് തന്നെ 3 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ്. ഈ ശർക്കര ജസ്റ്റ് ഒന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതിയാകും. ഇപ്പോൾ ഇവിടെ ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ എടുക്കാവുന്നതാണ് കേട്ടോ. നെയ്യ് മെൽറ്റായി വന്നപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമിന് പകരം കാഷ്യൂ നട്ട്സ്, പീനട്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള എല്ലാ നട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബദാമിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ അല്പം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ബദാമും ഉണക്കമുന്തിരിയും പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നെയ്യിൽ നിന്നും കോരി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നെയ്യിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. റവ ഈ നെയ്യിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കാം. ചിരകിയ നാളികേരവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ റവ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നമ്മളിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 6-7 മിനിറ്റ് നേരം നമ്മളിതൊന്ന് വറുത്തെടുക്കണം. വറുത്ത റവയാണ് കയ്യിലുള്ളതെങ്കിൽ അതെടുക്കാവുന്നതാണ് കേട്ടോ. വറുത്ത റവയാണെങ്കിലും ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ നെയ്യിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. റവ വറുത്ത് പാകമായി കഴിയുമ്പോൾ റവ നെയ്യിൽ വറുത്തു വരുന്നതിൻ്റെ നല്ലൊരു വാസന വരും. റവയുടെ കളറൊക്കെ ഒന്ന് മാറി ഇവിടെ ഇപ്പോൾ റവ പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് നേരത്തെ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് റവ കുക്ക് ചെയ്തെടുക്കണം. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരികയും ചെയ്യും. റവ കുക്കായിട്ട് നമുക്ക് കിട്ടുകയുമില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. റവ ഈ ഒരു പാകത്തിന് കുറുകി വരുമ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 4 ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയും നെയ്യും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാനിൽ നിന്ന് വിട്ടുവരുന്ന ആ ഒരു പാകം വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ റവ നല്ലതുപോലെ കുക്കായിട്ട് പാനിൽ നിന്ന് വിട്ടുവരുന്ന ആ ഒരു പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് റെഡിയായി കഴിയുമ്പോൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന ബദാമും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിത് നെയ്യ് തടവിയ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തതിന് ശേഷം തണുക്കുമ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ നെയ്യ് പുരട്ടിയ ഒരു തവിയിൽ ഇതുപോലെ മിക്സ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്